ഷെഡിൽ ഇരിക്കേണ്ടി വന്ന ഒരു വണ്ടിയാണ്. പിന്നെന്താണ്, അത് ഇപ്പോഴും 1 വർഷം മുമ്പ് കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നു വീട്ടിൽ തന്നെ. ഇപ്പോൾ അതിനുശേഷം വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ മാസം എടുത്തില്ല. കഴിഞ്ഞ മാസം എന്ന് പറയാൻ പറ്റില്ല, 2-3 ആഴ്ച മാക്സിമം. സോ ആ ഒരു ടൈം ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്നു പോയൊരു വണ്ടിയും കൂടെയാണ്. പവർ ഡെലിവറി കണ്ടല്ലോ, അതിൽ ചെറിയ സെൻസർ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ പവർ ഡെലിവറിക്കൊന്നും ഒരു പ്രശ്നമില്ല. സോ അങ്ങനെയുള്ള പരിപാടികളാണ് ഇതിൻ്റെ പരിപാടികൾ. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ചെറുക്കൻ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടിപൊളി ബണ്ടല്ലേ ഇത്. നമ്മുടെ നാടാണ്. ഞാനിവിടെയൊക്കെ എൻ്റെ സ്കൂൾ ഇവിടെയായിരുന്നു, MMRHS. സോ ഇവിടെ കുളിച്ച് നടന്നതാണ് നമ്മൾ. ഇത് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ ഞാൻ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങോട്ട് വെറുതെ വന്നേ ഉള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അങ്ങനെയുള്ള വണ്ടിയാണത്. അത് 14 ടീത്താണ്, 15 ടീത്താണ് സ്റ്റോക്ക് വരുന്നത്, ഫ്രണ്ട് ടീത്ത്. പക്ഷേ നമ്മുടെ അത് 14 ടീത്താണ്, 45 ടീത്ത്. സോ പവർ കൂടുതലായിരിക്കും, ഇനിഷ്യൽ ആക്സിലറേഷനും കൂടുതലായിരിക്കും, ടോപ്പ് എൻഡ് കുറവായിരിക്കും. വലിയ കുറവല്ല,